ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ എഡിസൺ ജോർജ്, SJCET മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ 1ാം വർഷ MTech വിദ്യാർത്ഥിയാണ്. ഷെയറിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടാഗ് ലൈനോടുകൂടി SJCETയുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ടെക്സ് അതിന്റെ സീസൺ 1 വിജയകരമായി പൂർത്തിയാക്കി ഇപ്പോഴിതാ സീസൺ 2 എത്തിയിരിക്കുകയാണ്. ഈ സീസണിൽ അതിന്റെ ആദ്യത്തെ ടോക്ക് നമുക്ക് നൽകുന്നതിനായി ഇവിടെ നമ്മോടൊപ്പം ആയിരിക്കുന്നത് മിസ്റ്റർ അർജുൻ ക്രിഷ് ആണ്. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അതിനുശേഷം കുറച്ചുനാൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇന്ത്യൻ ഭരണചക്രം തിരിക്കുന്ന ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടാ എന്ന് ചിന്തിക്കുകയും അതിനായി തയ്യാറെടുക്കുകയും 2ാം വട്ടം ഇന്റർവ്യൂ തരം വരെ എത്തുകയും ചെയ്ത മിസ്റ്റർ അർജുൻ കൃഷിന്റെ ജീവിതകഥയും ഇന്റർവ്യൂവിൽ അദ്ദേഹം നേരിട്ട കാര്യങ്ങളുമൊക്കെയാണ് നമ്മോട് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒരു കാലത്ത് ഹ്യൂമാനിറ്റീസ് വിഷയക്കാർക്ക് മാത്രം ലഭിക്കുമെന്ന് കരുതിയിരുന്ന സിവിൽ സർവീസ് ഇന്ന് വളരെയേറെ ബിടെക്കുകാർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് നാം കാണുന്നതാണ്. അത്തരത്തിൽ നമ്മെപ്പോലൊരു ബിടെക്കുകാരന് എങ്ങനെ UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാമെന്ന് മിസ്റ്റർ അർജുന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ വെൽക്കം യു അർജുൻ ക്രിഷ് ആൻഡ് ഓവർ ടു യു മിസ്റ്റർ അർജുൻ. Hello everyone, my name is Arjun Krish. I'm today in front of you to speak about my journey from being a mechanical engineer to the UPSC interview stage. So before beginning my talk, I would like to thank the entire mechanical engineering department team of SJCET for inviting me to this talk and giving me an opportunity to share my story in front of you. അപ്പം ഇന്ന് എൻ്റെ എന്താ പറയുന്ന ഒരു സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുവാണ്. ആൻഡ് ഹോൾ ഹാർട്ടഡ് വെൽക്കം ടു ദിസ് സെഷൻ. ഐ ഹോപ്പ് ഐ ഡോണ്ട് ബോർ യു വിത്ത് മൈ ടോക്ക്. ഈ ഇതിനകത്ത് പറയുന്ന പോലെ even if that's my story, do not inspire you to rewrite your own story. I hope I will not bore you with my session. Anyway, I'll share my story of how from being a mechanical engineer I started or I went into this civil service preparation journey. എല്ലാ സിവിൽ സർവീസ് ആസ്പിരൻസിനെയും ഡ്രൈവ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ the opportunity which civil services gives to touch the lives of many people in India, and at the same time you are a part of the transformation process. സിവിൽ സർവീസ് മാത്രമല്ല, എല്ലാ ജോബും ഈ പറയുന്ന പോലെ ഇറ്റ് വർക്ക്സ് ടുവേർഡ്സ് ബിൽഡിംഗ് ഇന്ത്യ ആസ് എ നേഷൻ. പക്ഷെ അതിനകത്ത് ഒരു മേജർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ബ്യൂറോക്രാറ്റ്സ് അല്ല ഇന്ത്യൻ സിവിൽ സർവൻസ്. അപ്പം അതാണ് എന്നെയും ഡ്രൈവ് ചെയ്തിരുന്ന ഒരു വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ്. ബീങ് എ പാർട്ട് ഓഫ് ടീം ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ പോളിസി മേക്കിംഗ്, ഗ്രാസ് റൂട്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ, ഇതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളൊരു ഡ്രൈവ് അല്ല ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നെയും UPSCയിലേക്ക് ഡ്രൈവ് ചെയ്ത ഒരു മേജർ ഫാക്ടർ. അപ്പം എൻ്റെ സ്റ്റോറി ഓഫ് പ്രിപ്പറേഷൻ ഫ്രം ബീങ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ ടു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ പറയുന്നതിന് മുമ്പ് I would like to share the stories of a few people who have already done this and still doing this. ഈ പറയുന്ന പോലെ ടച്ചിങ് ലൈവ്സ് ആൻഡ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം ഇന്നത്തെ ഒരു സെഷൻ. മേ ബി ദീസ് സ്റ്റോറീസ് വിൽ ഇൻസ്പയർ യു മോർ in your journey towards civil service preparation or civil service career. അപ്പോൾ ആദ്യം ഇതിൽ ഈ പറയുന്ന പോലെ ഞാൻ കുറച്ച് ആൾക്കാരുടെ കഥകൾ പറയാം. ഇതിൽ കുറച്ച് പേരെയൊക്കെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പരിചയം കാണും. ഇവർ ചെയ്തിരിക്കുന്ന വർക്കിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ മേ ബി പുതിയതായിട്ട് കേൾക്കുന്നവരായിരിക്കും. ബട്ട് സം ഫ്യൂ ഓഫീസേഴ്സ് ഐ വിൽ ഇൻട്രൊഡ്യൂസ്.
in this session. First, obviously, Prashant IAS. സാറ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കളക്ടർ ബ്രോ ആയിരുന്നു, കാലിക്കറ്റ് കളക്ടറായിരുന്നു. അപ്പം അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ സാർ കൊണ്ടുവന്ന കുറേ ചേഞ്ചസ്. ഹി വാസ് വൺ ഓഫ് ദ ഏർലി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹൂ used technology, social media to bring changes at the grassroots level. ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റീവ് ഗവർണൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു വൺ ഓഫ് ദ ഏർലിയസ്റ്റ് IAS ഓഫീസേഴ്സ് ആണ്. അപ്പം സാറിൻ്റെ കമ്പാഷനേറ്റ് കാലിക്കറ്റ് പോലുള്ള ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സുലൈമാനി വിച്ച് ഇൻറ്റൻഡഡ് ടു മേക്ക് ദ എൻറ്റയർ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ഹങ്കർ ഫ്രീ. അതുപോലെ തന്നെ കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൽ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ ഒത്തിരി അപ്രീസിയേഷൻ സാറിന് നേടിക്കൊടുത്തു. അപ്പം ഈ പറയുന്ന പോലെ ഹി ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ ദ ഗ്രാസ് റൂട്ട് ലെവൽ. നെക്സ്റ്റ് പേഴ്സൺ ഇസ് വാസുക്കി മാം, ഡോക്ടർ കെ വാസുക്കി IAS. മാം ഈ പറയുന്ന പോലെ കേരള കാഡർ IAS ഓഫീസറാണ്. ആൻഡ് ഹെർ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്ത് കേട്ടിരിക്കുക. ട്രിവാൻഡ്രം കളക്ടറായിരുന്നപ്പം 2018 ഫ്ലഡിൻ്റെ സമയത്ത് കൊടുത്തിരുന്ന ആ ലീഡർഷിപ്പിനെ പറ്റിയാണ് ആയിരിക്കും കൂടുതൽ കേട്ടിരിക്കുക. ബിക്കോസ് ഒരു 2 day ടൈമിൽ 54 ട്രക്ക് ലോഡ് ഓഫ് റിലീഫ് മെറ്റീരിയലാണ് ട്രിവാൻഡ്രത്തു നിന്ന് മേമിൻ്റെ ലീഡർഷിപ്പിൽ കയറ്റി അയച്ചത്. അപ്പം ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ് ഇറ്റ് ഷോഡ് ഇമ്മൻസ് ഡിറ്റർമിനേഷൻ ആൻഡ് മോട്ടിവേഷൻ അറ്റ് ദ ടൈം ഓഫ് എ ക്രൈസിസ്. തേർഡ് പേഴ്സൺ ഐ വോണ്ട് ടു ടെൽ ഈസ് PB Nuh IAS. മേ ബി എ സെക്കൻഡ് കളക്ടർ ബ്രോ. പത്തനംതിട്ടയുടെ കളക്ടറായിരുന്നപ്പം സാറെടുത്ത പല ഇനീഷ്യേറ്റീവ്സും അല്ലെങ്കിൽ സാറ് ആ ഒരു ക്രൈസിസ് വന്നപ്പോൾ അതിനെ ഫേസ് ചെയ്തതും ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പം ഫ്ലഡിൻ്റെ സമയത്ത് ഒരു ചാക്കൊക്കെ തോളിൽ തൂക്കി ഒരു പുഴ കിടക്കുന്ന ഒരു ഫോട്ടോ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വൈറലായ ഒരു ഫോട്ടോ ആണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗ്രൗണ്ടിൽ ഇറങ്ങി അവിടെ ഈ പറയുന്ന പോലെ മോണിറ്റർ ചെയ്യാമെങ്കിൽ കൂടിയും ആ പറയുന്ന പോലെ ചെയ്യേണ്ടത് സാറിൻ്റെ ഒരു ജോബ് പ്രൊഫൈലുള്ള കാര്യമല്ല സാർ ഗ്രൗണ്ടിൽ ചെയ്തത്. പക്ഷേ ആ പറയുന്ന പോലെയാണ് കൂടെ നിന്ന് ഇൻസ്പയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഗ്രേറ്റ് മെസ്സേജാണ് സാർ അന്ന് പാസ് ചെയ്തത്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റായി. ഇപ്പം യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയെ ഹെൽപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഈ പറയുന്ന പോലെ ഫ്ലഡിൻ്റെ റിലീഫ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കുറച്ച് ഫ്ലോ വരുത്തിയൊരു ഓഫീസറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടു. അപ്പം ആ ഡ്യൂട്ടി കമ്മിറ്റ്മെൻറ്റ് ടു ദ സൊസൈറ്റി അപ്ലിഫ്റ്റ് ചെയ്ത് പത്തനംതിട്ടയുടെ സ്വന്തം കളക്ടർ ബ്രോയായി മാറി. ഈ പറയുന്നത് സാർ പത്തനംതിട്ടയിൽ നിന്ന് മാറിയപ്പം ഇട്ടൊരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻസ് വായിച്ചാൽ തന്നെ അറിയാം ദ ഇമ്പാക്ട് ഹി മെയ്ഡ് ഇൻ ദറ്റ് വൺ ഡിസ്ട്രിക്ട് ഓഫ് പത്തനംതിട്ട. Then we have TV Anupama IAS. അനുപമ മാഡം ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിരുന്നു. അപ്പം എടുത്തിരിക്കുന്ന കുറച്ച് ബോൾഡ് മൂവ്സ് അഗൈൻസ്റ്റ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫുഡ് അഡൾട്രേഷൻ, ഇറ്റ് വാസ് ഓൾ ഓവർ ദ ന്യൂസ്. കോർപ്പറേറ്റ് ലോബീസിനെതിരെ ഫുഡ് അഡൾട്രേഷൻ നിർത്താൻ വേണ്ടി ഇമ്മൻസ് പ്രഷർ ഉണ്ടായിരുന്നിട്ടും ഷീ ടുക്ക് സ്ട്രോങ് ആക്ഷൻ. അതുപോലെ തന്നെ വൺസ് ഇപ്പോഴും ഉണ്ട്, ബട്ട് സ്റ്റിൽ തമിഴ്നാട് വൺസ് അപ്പോൺ എ ടൈം വി വെയർ totally dependent on Tamil Nadu for our vegetables etc. പക്ഷേ ഈ വരുന്ന വെജിറ്റബിൾസിൽ 300% നമ്മൾ അലോ ചെയ്തതിനേക്കാളും കൂടുതൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടുപിടിച്ചത് ആക്ച്വലി അനുപമ മാഡം IAS ഓഫീസർ ആയിരുന്നപ്പം ഷീ ടുക്ക് ദിസ് ആൻഡ് ടെസ്റ്റഡ് ഇറ്റ്. അപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ഇപ്പം നമ്മളുള്ള ഈ ഓർഗാനിക് ഫാർമിങ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കൃഷി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ബിഗിനിങ് ഈ ഒരു അവയർനെസ്സിൽ നിന്നാണ്. അതുവരെ നമുക്ക് അറിയാമായിരുന്നു വിഷമുള്ള പച്ചക്കറിയാണ് കഴിക്കുന്നത് നമ്മൾ പറയുമ്പോഴും ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സ്ട്രോങ് ആക്ഷൻ എവിടെയൊക്കെയോ മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ വെൻ അനുപമ മാം വാസ് ദ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, സ്ട്രോങ് ആക്ഷൻ വാസ് ടേക്കൻ അഗൈൻസ്റ്റ് ദിസ്. ടെസ്റ്റിംഗ് വാസ് ഡൺ മെറ്റിക്കുലസ്ലി. ഇപ്പം നമ്മൾ കേരളത്തിൽ 70% ഓഫ് വെജിറ്റബിൾസും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. Another IAS officer who transformed India and who's still making ഇത് കൂടാതെ ഒത്തിരി ഇനീഷ്യേറ്റീവ് ഉണ്ട് കേട്ടോ. തൃശ്ശൂർ കളക്ടർ ആയിരുന്നപ്പം ഫ്ലഡ് ഫേസ് ചെയ്തതുമൊക്കെ ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു. ദെൻ അനദർ ഓഫീസർ ആംസ്ട്രോങ് പാമേ. മേ ബി ചിലപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലർ വായിച്ചിട്ടുണ്ടായിരിക്കും. ഹി ഈസ് കോൾഡ് മിറാക്കിൾ മാൻ. he is from Manipur and he is an IAS officer in Manipur cadre itself. അപ്പം അവിടെ he comes from a small village. അവിടെ ഒരു റിമോട്ട് വില്ലേജിൽ നിന്നാണ് വരുന്നത്. താമൻഗ്ലോങ് എന്ന് പറയുന്നൊരു വില്ലേജിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ ഒരു മണിപ്പൂരിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി, അവിടുത്തെ ഫസ്റ്റ് IAS ഓഫീസറാണ്. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് IAS ഓഫീസറാണ് ആംസ്ട്രോങ് പാമേ. ആൻഡ്
he built a 100-kilometer road. ഈ തമെങ്ലോങ്ങിൽ നിന്ന് മെയിൻ റോഡിലോട്ടുള്ള റോഡ് ഉണ്ടായിരുന്നില്ല. സോ ഹി വാസ് ഫ്രം ദാറ്റ് ഡിസ്ട്രിക്ട് ആൻഡ് ഈ പറയുന്ന പോലെ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, റോഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട്സ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ. there are some priorities for the government. At times, it is not easy to get fund allocation to different projects. But what he did, ആദ്യം സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇട്ടു. Then he started, asked people to contribute and people build this road. ആ റോഡിൻ്റെ പേര് തന്നെ പീപ്പിൾസ് റോഡ് എന്നാണ്. സാറിൻ്റെ ഇനിഷ്യേറ്റീവിൽ, ഫുൾ കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവിൽ പണിതൊരു റോഡുണ്ട് മണിപ്പൂരിൽ. സോ ഹീ ഈസ് നോൺ ആസ് ദ മിറാക്കിൾ മാൻ, IAS ഓഫീസറാണ്. ദെൻ റോഹിണി മാം ഉണ്ട്. ഷീ ഈസ് ഫ്രം തമിഴ്നാട്. ഒരു സാധാരണ ഫാമർ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ഓഫീസറാണ്. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ കളക്ടർ ഓഫ് സേലം ഡിസ്ട്രിക്ട്. ആഫ്റ്റർ ഐ തിങ്ക് 140 years എങ്ങാണ്ടാണ് ഒരു വുമൺ കളക്ടർ സേലത്തിന് വരുന്നത്. അപ്പം ആ ഗ്ലാസ് സീലിംഗ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് സേലത്തിൻ്റെ ഫസ്റ്റ് വുമൺ കളക്ടറായി. അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരുന്ന ഷീ ഈസ് നോൺ ഫോർ മേക്കിംഗ് ക്വിക്ക് വിസിറ്റ്സ് ടു വില്ലേജസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ സർപ്രൈസ് ചെക്സ് നടത്തുക. അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരാളാണ് റോഹിണി മാം. ദെൻ വിഷ്ണു IAS, മലയാളിയാണ്, തമിഴ്നാട് കാഡർ IAS ഓഫീസറാണ്. തമിഴ്നാട്ടിൽ ഒരു ഹാംലെറ്റ് ഉണ്ടായിരുന്നു. വൈഗാക്കുളം വില്ലേജിൽ ഒരു ചെറിയ ഹാംലെറ്റ് ഉണ്ട്. 45 കുടുംബങ്ങൾ താമസിക്കുന്ന ഏകദേശം 100 പേരോളമുള്ള ഒരു വില്ലേജിൽ, ഒരു ഹാംലെറ്റിൽ വിഷ്ണു IAS, വിഷ്ണു സാറ്, he brought electricity and drinking water to these people. Okay, and they named their hamlet after him as Vishnu Nagar. See the change. അവരുടെ ലൈഫിനെ തന്നെ, മേ ബി നിങ്ങൾ സ്വദേശി എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ലൈറ്റ് കത്തുമ്പം ആ ഒരു അപ്പൂപ്പൻ്റെ മുഖത്ത് വരുന്നൊരു ചിരി. there are lot of places still in India. Government is doing a lot of initiatives. കുടിവെള്ളമില്ലാത്ത അല്ലെങ്കിൽ വൈദ്യുതി എത്താത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇനിയും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം this is an opportunity for you to meet all these demands, needs, etc. Then finally, I would like to speak. She is my friend also, Sridhanya. ഞങ്ങൾ ഒരു എക്സാം ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. You would have heard about her story. ഈ വയനാട്ടിലെ ഒരു she is the first tribal woman to clear the exam from Kerala. And വയനാട്ടിലൊരു വെരി പുവർ ഫാമിലി. ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, കുടുംബശ്രീ വഴിയാണ് പേരൻസ് ഏൺ ചെയ്തിരുന്നത്. അത്രയും സിമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇറ്റ് വാസ് ഹെർ ഡിറ്റർമിനേഷൻ വിച്ച് ഹെൽപ്ഡ് ഹർ ടു ക്ലിയർ ദിസ് എക്സാം. ഇപ്പം കേരള കാഡർ IAS ഓഫീസറാണ്. കോഴിക്കോട് അസിസ്റ്റൻറ്റ് കളക്ടർ ആയിരുന്നു, ടെന്യൂർ കഴിഞ്ഞു. ഇനിയിപ്പം ഷീൽ ജോയിൻ ആസ് എ സബ് കളക്ടർ. All these people, they have made changes. They are still making changes. Again, അനുഭവ മാമിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കുറേ ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് വളരാം, നന്നായി വളർത്താം എന്ന് പറഞ്ഞ് പൂർണിമ ഇന്ദ്രജിത്തും കൂടെ ഉള്ളൊരു ആഡ് ക്യാമ്പയിൻ ഉണ്ട്. ഇനി വേണ്ട വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ് വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്, നല്ല നല്ല ക്രിയേറ്റീവ്സ് you might have seen. I think now she is the director of women and child development. All this is comes, at least she's a big huge part of all these campaigns. See, this is how we are ഇതൊക്കെ ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ആഡ് ക്യാമ്പയിൻസ് ആയാലും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾ how to do the parenting, how to respect women. ഇനി വേണ്ട ഡവറി അല്ലെങ്കിൽ ഓരോ ചൈൽഡ് മാരേജ്, ഇതിനൊക്കെ എതിരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് she is spreading through the social media campaigns. All these people, as I told in the beginning, is transforming lives and contributing to the empowerment of India. And everybody who is aspiring student has this golden opportunity to join this elite cadre of officers and empower our country to be a better, safer, smoother, happier place. ഇത്രയും പറഞ്ഞുകൊണ്ട് I will go to my story, my UPSC journey. So as I told in the beginning, I am also mechanical engineer. ഞാൻ MA College of Engineering നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായത്. So after that, my plan was to go for higher studies abroad. അതാണ് എൻ്റെ ആദ്യത്തെ പ്ലാൻ. GRE എഴുതുക, പോയി ഹയർ സ്റ്റഡീസ് ചെയ്യുക, അവിടെ PhD ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു. നത്തിങ് വാസ് ഓഫ് സർട്ടൺ. പക്ഷേ ആ ടൈമിൽ റിസഷൻ വന്നു, US എക്കോണമി വാസ് കമ്മിങ് ഡൗൺ. ആൻഡ് മീൻ വൈൽ US പോകുന്നതിന് മുമ്പ് ഞാൻ തോട്ട് ഒരു മേക്ക് സ്റ്റോപ്പ് അറേഞ്ച്മെൻറ്റ് പോലെ പഠിപ്പിക്കാം, ബിക്കോസ് അവിടെ പോയി സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഐ ജോയിൻഡ് ആൻ എഞ്ചിനീയറിംഗ് കോളേജ്
ഹിയർ ആസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അപ്പം പഠിപ്പിച്ച് തുടങ്ങിയപ്പം ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദ ജോബ്. ഈ ഒരു കോളേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നല്ലതായിരുന്നു. ലൈക്ക് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ്. ഈ പറയുന്ന പോലെ സ്റ്റുഡൻറ്റ് വൈബ് തന്നെ എപ്പോഴും ഹാപ്പനിങ് ആണ്. യു എൻജോയ്. പ്രത്യേകിച്ച് ഞാൻ കോളേജിൽ പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പഠിപ്പിക്കാൻ കയറി അറ്റ് എൻ ഏജ് ഓഫ് 21. അപ്പം ഈ പറയുന്ന കോളേജിൻ്റെ വൈബ് ഐ ലൈക്ക് ആൻഡ് ഐ കുഡ് ടീച്ച്. തരക്കേടില്ലാതെ പഠിപ്പിക്കാൻ ഒന്ന് പറ്റുമായിരുന്നു, പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഐ ഫെൽറ്റ് ഇറ്റ് ഇസ് എ ജോബ് വിച്ച് ഐ ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ ഐ ഡിസൈഡഡ് ഓക്കെ, ഇഫ് നോട്ട് ഹയർ സ്റ്റഡീസ് എബ്രോഡ്, ഐ വോണ്ട് ടു ബി എ ടീച്ചർ. ഐ ലൈക്ക് ദ പ്രൊഫഷൻ. അപ്പോൾ അങ്ങനെ ഐ കണ്ടിന്യൂ ടീച്ചിങ്. അത് കഴിഞ്ഞ് എം ടെക് ചെയ്തു. എം ടെക് RIT പാമ്പാടി എന്നാണ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ എം ടെക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐ ജോയിൻ ബാക്ക് ദ എഞ്ചിനീയറിംഗ് കോളേജ് ആസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അഗെയിൻ കണ്ടിന്യൂഡ് ടീച്ചിങ് ഫോർ 2-3 years. അത് കഴിഞ്ഞിട്ട് ഈവൻ ഐ ജോയിൻഡ് ഫോർ PhD. ഐ രജിസ്റ്റേർഡ് ഫോർ PhD. എനിക്ക് കുസാറ്റിൽ അഡ്മിഷൻ കിട്ടി. കുസാറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഞാൻ കോഴ്സ് വർക്ക് ചെയ്തില്ല. ആ ടൈമിലാണ് ഈ പറയുന്ന UPSC എന്ന് പറയുന്നൊരു തോട്ട് വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. വീണ്ടും എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ലൈക്ക് വെൻ ഐ വാസ് ഇൻ സ്കൂൾ, ഈ പറയുന്ന പോലെ UPSC കളക്ട് IAS എന്നൊരു തോട്ട് എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് എഴുതണം, IAS കിട്ടണം, അങ്ങനെയൊന്നുമില്ല. എവിടെയോ ഈ പറയുന്ന പോലെ ഒരു ഇങ്ങനെ എഴുതിയ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ BTech ഒക്കെ പഠിക്കുന്ന സമയത്ത് അവയർനെസ്, ഐ ഡി നോട്ട് ഹാവ് എനി അവയർനെസ് അബൌട്ട് ദിസ് എക്സാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പോ. ഇന്ന് എനിക്ക് തോന്നുന്നു മജോറിറ്റി ഈ അവയർനെസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. താങ്ക്സ് ടു ഓൾ ദ സോഷ്യൽ മീഡിയ ആൻഡ് ഇൻ്റർനെറ്റ്, അവയർനെസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. പീപ്പിൾ നോ, this itself, those people who are listening might have that thought in your mind that you want to write UPSC, അല്ലെങ്കിൽ ഇത് എഴുതണം എന്നൊരു ഡ്രൈവ് എവിടെയെങ്കിലും ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, അപ്പോൾ BTechനൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ UPSCയിലേക്കൊന്നും വരണം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കോളേജിൽ മജോറിറ്റി ആൾക്കാരും ഹയർ സ്റ്റഡീസിന് പോകും. അന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, IT പ്ലേസ്മെൻ്റ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഗോട്ട് പ്ലേസ്ഡ്. അപ്പം ഈവൻ ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ 2 IT കമ്പനീസ്. പക്ഷേ എനിക്ക് IT താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തില്ല. ഐ വാണ്ടഡ് ടു ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ UPSC ഒരു അവയർനെസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ എഴുതിയില്ല. പക്ഷേ 2014 ദാറ്റ് വാസ് ദ ടൈം വെൻ ഐ ഡിസൈഡഡ് ടു ടേക്ക് ദിസ് എക്സാം. 2014-15 ആ ടൈമിൽ എൻ്റെ 2 ഫ്രണ്ട്സ് ഒരേ സമയം സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു. വൺ ഓഫ് മൈ BTech ഫ്രണ്ട്സ് ഗോട്ട് ഇൻ ടു IAS. ഇപ്പം ഹീസ് ഇൻ തമിഴ്നാട് കാഡർ IAS ഓഫീസറാണ്. ആൻഡ് സെയിം ഇയർ വൺ ഓഫ് മൈ MTech ഫ്രണ്ട്സ് ക്ലിയർഡ് ആൻഡ് ഹി ബിക്കേം ആൻ IPS ഓഫീസർ. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ കാഡറിൽ IPS ഓഫീസറാണ്. അപ്പോൾ ഇവർ രണ്ടും ഒരേ വർഷം ക്ലിയർ ചെയ്തു. ആൻഡ് ദീസ് പീപ്പിൾ വെയർ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓഫ് മൈൻ. അപ്പം ഇവർ ക്ലിയർ ചെയ്തപ്പോൾ അഗെയിൻ ദാറ്റ് somewhere that spark came that even I would like to write this exam. എന്താണ് ഈ പറയുന്നില്ല, പണ്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, എഴുതി നോക്കാം എന്ന് എനിക്ക് വീണ്ടും തോന്നി. അപ്പോൾ ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തു. Luckily or thankfully my family was supportive of this because I decided to write this exam at an age of approximately 29 കഴിഞ്ഞപ്പോഴാണ് ഞാൻ എക്സാം എഴുതാമെന്ന്, അല്ലെങ്കിൽ 30 ആയപ്പോഴാണ് ഞാൻ എക്സാം എഴുതി തുടങ്ങുന്നത്. which was a point of my life where majority of my friends were getting married. Some had 2 kids. You might, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാണാം ഈ ഫോട്ടോസ് ഇങ്ങനെ വന്നു തുടങ്ങും. ആദ്യം കുറേ പേര് കല്യാണം കഴിക്കുന്ന ഫോട്ടോ ആയിരിക്കും, പിന്നെ അവരുടെ കുട്ടികളുടെ ഫോട്ടോ ആയിരിക്കും. സോ ദിസ് വാസ് സ്പ്രെഡിങ് മൈ സോഷ്യൽ മീഡിയ ആൻഡ് ദിസ് മാരേജ്, അങ്ങനെ ഒരു പ്രഷറൊക്കെ ഉള്ള സമയത്താണ്. എനിവേ, മൈ ഫാമിലി വാസ് സപ്പോർട്ടീവ് ഇനഫ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇത് എഴുതണം എന്ന് പറഞ്ഞപ്പം ഓക്കെ, നീ ഇപ്പോൾ ഉള്ള ജോലി കളഞ്ഞ് ഇതിൽ പോകണ്ട, ഉള്ള ജോലി നിന്നാൽ മതി എന്ന് റെസ്ട്രിക്റ്റ് ചെയ്തില്ല. ഐ എം താങ്ക്ഫുൾ ടു ദാറ്റ്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ് ഫോർ UPSC. അതായിരുന്നു എൻ്റെ ആ സമയത്തെ ഒരു സ്പാർക്ക്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇനീഷ്യലി പറയുന്നത് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരോട് രണ്ടുപേരോടൊക്കെ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. 1 വർഷം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചു. സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു മോസ്റ്റ്ലി. ഇവിടെ കോട്ടയത്തിനുള്ളൊരു അക്കാഡമിയിൽ ലൈക്ക് 1-2 ക്ലാസ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. തന്നെത്താൻ പഠിക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യം. എന്താ പറയുന്നത്, പ്രിലിംസ് എഴുതി. പക്ഷേ പ്രിലിംസ് എഴുതിയപ്പം ഈ പറയുന്നത് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രിലിംസ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, തന്നെത്താൻ പഠിച്ചാൽ ഇത് വലിയ കാര്യമായിട്ട് ആ ഒരു കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. ഇനി ബാക്കി എക്സാമിൻ്റെ സ്റ്റോറിയെ പറയുന്നതിന് മുമ്പ് ഞാൻ എക്സാമിനെ പറ്റി ഒന്ന് ചെറിയ ബ്രീഫായിട്ട് പറയാം. ദോസ് ഹു ഡോണ്ട് നോ അബൌട്ട് ദ എക്സാം. ഇതിന് 3 ഫേസസ് ഉണ്ട് ഈ എക്സാമിന്. പ്രിലിമിനറി, മെയിൻസ്, ഇൻ്റർവ്യൂ. ഇതാണ് 3 ഫേസസ്. പ്രിലിമിനറി ഏകദേശം ഒരു 10 lakh ആൾക്കാർ അപ്ലൈ ചെയ്യും. അതിൽ 3 to 4 lakhs ആൾക്കാർ എഴുതും. ഈ എഴുതുന്നതിൽ 10,000 ആൾക്കാരെയാണ് ഇവർ സെലക്ട് ചെയ്യുക. 10 to 12,000 ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് വേക്കൻസീസ്. അതിൻ്റെ 10 to 12 times ആണ് ഇവർ എടുക്കുക. അപ്പോൾ ഒരു 10,000-12,000 പേരെയാണ് അത് ആകെ സെലക്ട് ചെയ്യുക. ഈ 12,000 പേരിൽ നിന്ന്
2,000-2,500 പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് 2,500 പേരെ വിളിച്ചാൽ 1000, ഇപ്പം 850 വേക്കൻസി ഉള്ളൂ, 850 പേരെ സെലക്ട് ചെയ്യും. ഇതാണ് എക്സാമിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പോൾ പ്രിലിമിനറി ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യു നീഡ് സം സപ്പോർട്ട്. അല്ലെങ്കിൽ ഇതിന് പ്രോപ്പറായിട്ട് പഠിച്ചാലേ ഇതെനിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം UPSC നമുക്ക് ചാൻസ് തന്നിരിക്കുന്നത് 32 വയസ്സ് വരെയാണ്. 6 പ്രാവശ്യം അല്ലെങ്കിൽ 32 വയസ്സ് വരെ എഴുതാം എന്നുള്ളതാണ് ഒരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം. 21ാമത്തെ വയസ്സോട്ട് എഴുതി തുടങ്ങാം. 21 till 32 യു ക്യാൻ റൈറ്റ് ദിസ് എക്സാം ആൻഡ് 6 attempts യു ഹാവ്. OBC ആണെങ്കിൽ 35 വരെ എഴുതാം, യു ഹാവ് 9 attempts. SC or ST കാറ്റഗറി ആണെങ്കിൽ 37 വരെ എഴുതാം, അറ്റംപ്റ്റിന് ലിമിറ്റ് ഇല്ല. അപ്പം ഐ ഹാഡ് ഓൺലി 3 chances ഇൻ ഫ്രണ്ട് ഓഫ് മീ ടു റൈറ്റ് ദിസ് എക്സാം. ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടുന്നവരുണ്ട്, പക്ഷേ ദേ സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ഇൻ ഏർലി. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇപ്പം ഇത് ഈ പറയുന്ന പോലെ കോളേജിൻ്റെ ഏതെങ്കിലും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഉള്ളവരാണ് കേൾക്കുന്നതെങ്കിൽ സോ യു ആർ സീരിയസ്ലി തിങ്കിങ് അബൌട്ട് റൈറ്റിംഗ് ദിസ് UPSC, I will say that start the reading process at least in the 3rd year or 4th year. ബേസിക് ബുക്സ് ഒക്കെ ഇപ്പോഴേ വായിച്ചു തുടങ്ങാം. NCERTs, ന്യൂസ് പേപ്പർ, ഹിന്ദു ഒക്കെ ഇപ്പോഴേ വായിച്ചു തുടങ്ങാം. ദാറ്റ് വിൽ ഗിവ് എൻ എഡ്ജ്. ഈ പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ നമുക്ക് സഹായിക്കും. പക്ഷെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു വർഷമാണ് ഞാനിത് കുറേ പഠിക്കാൻ ശ്രമിച്ചത്, പക്ഷേ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. പക്ഷെ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ തന്നെ ഐ മൂവ് ടു ഡൽഹി. അഗെയിൻ ഫാമിലി സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ ഡൽഹിയിലോട്ട് മൂവ് ചെയ്തു. അപ്പം ആ ടൈമിൽ ഈ പറയുന്ന പോലെ ഇപ്പം ഡൽഹിയിലോട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രിവാൻഡ്രത്ത് തന്നെ ഒത്തിരി നല്ല അക്കാഡമീസ് ഉണ്ട്. ആ ടൈമിൽ ട്രിവാൻഡ്രത്തെ അക്കാഡമീസ് ഒക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. 1 or 2 years ഒക്കെ ആയിട്ടുള്ളൂ. റിസൾട്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ യു ആർ നോട്ട് ഷുവർ അബൌട്ട് വെദർ ദേ ആർ ഗുഡ് ഓർ ബാഡ്. അപ്പോഴത്തെ ഒരു ട്രെൻഡും ഈ പറയുന്ന പോലെ ഡൽഹി പോയാൽ പഠിക്കാം എന്നുള്ളൊരു ട്രെൻഡിലാണ് ഐ മൂവ് ടു ഡൽഹി. അപ്പോൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാണ് ഞാൻ പ്രിലിംസ് പൊട്ടെന്ന് അറിഞ്ഞിട്ട്. പ്രിലിംസ് പാസ്സാകുമെന്നൊരു പ്രതീക്ഷയിലൊക്കെയാണ് പോയത്, പക്ഷേ അവിടെ എത്തി പ്രിലിംസ് പൊട്ടി. അപ്പം എഗെയിൻ ഫാമിലി സെഡ് ഓക്കെ, ഒരു വർഷം നിന്ന് അവിടെ പഠിച്ചു നോക്കൂ, എന്താണ് വരുന്നത് നോക്കാമെന്ന് പറഞ്ഞു, വിചാരിച്ചു. അപ്പോൾ ഡൽഹി ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എന്താ പറയുന്നത്, ഇറ്റ് ഈസ് അൺഇമാജിനബിൾ ആസ് ഇഫ് യു കമ്പയർ ടു ദ എന്താ പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ലൈഫ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ് ഇസ് എ വെരി ക്രൗഡഡ് സിറ്റി, ഇറ്റ് ഇസ് എ വെരി പൊല്യൂട്ടഡ് സിറ്റി. ഇത് കൂടാതെ ഇപ്പം നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ കോച്ചിങ് ഒക്കെ ഉള്ള സ്ഥലം കരോൾ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഓൾഡ് രാജേന്ദർ നഗർ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. ഇവിടെയാണ് മിക്കവാറും കോച്ചിങ് അക്കാഡമീസ് എല്ലാം ഉള്ളത്. ആൻഡ് അവിടെ എവറിത്തിങ് ഇസ് ഹ്യൂജ്ലി എക്സ്പെൻസീവ്. അവിടെ ഒരു ചെറിയ റൂമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഷെയർ ചെയ്താണ് ആ റൂമിൽ താമസിച്ചിരുന്നത്. ആ റൂമിൽ നമ്മൾ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് 16,000 rupees-ആണ്. ആൻഡ് എവറിത്തിങ് ഇസ് എക്സ്പെൻസീവ്. എല്ലാം നമ്മുടെ മുമ്പിൽ കാണും. നമുക്ക് കുക്ക് ചെയ്ത് തരാൻ ആൾക്കാരെ കിട്ടും, നമ്മുടെ തുണി വാഷ് ചെയ്ത് തരാൻ ആൾക്കാരെ കിട്ടും, നമുക്ക് റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ ആൾക്കാരെ കിട്ടും, എല്ലാത്തിനും ആൾക്കാരെ കിട്ടും. എവറിത്തിങ് യു ഹാവ് ടു പേ. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്ട് നമുക്കിത് കുക്ക് ചെയ്യാനും ഇതിനൊക്കെ നിന്ന് നമ്മുടെ പഠിക്കാനുള്ള സമയം പോകുന്നുള്ളതുകൊണ്ട് വി മോസ്റ്റ്ലി ഹയർ പീപ്പിൾ ഫോർ ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഒരു മാസം അവിടുത്തെ ഒരു എക്സ്പെൻസ് ഏകദേശം ഒരു 15,000 to 20,000 ഇടയിലാണ് അവിടുത്തെ ഒരു മാസം സർവൈവ് ചെയ്യാനുള്ള എക്സ്പെൻസ്. കൂടാതെ ക്ലാസ്സസ് എടുക്കുന്നതിന് എക്സ്ട്രാ നമ്മൾ കോച്ചിങ്ങിൻ്റെ കൊടുക്കണം. പിന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ റീഡിംഗ് റൂമിൽ പോയിരുന്നായിരിക്കും പഠിക്കുക. അവിടെ മന്ത്ലി 2,000-3,000 rupees ചെയ്യണം. അപ്പം ഇറ്റ് വാസ് എക്സ്പെൻസീവ് ഡൽഹി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്ര എക്സ്പെൻസ് ഒക്കെ തന്ന് വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് ഡൽഹി വിട്ടപ്പം I had this intense desire. എങ്ങനെയെങ്കിലും ഇതിൻ്റെ പ്രിലിമിനറി എങ്കിലും പാസ്സാവണം. ഇല്ല ഇത്രയും നാൾ അവിടെ പോയി നിന്ന് പഠിച്ചതിൻ്റെ ഒരു വർത്തില്ല എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് തന്നെ ഐ ഗേവ് മൈ ബെസ്റ്റ് എഫേർട്ട് to clear the prelims that year. And that time I made sure I did everything. അല്ലേ, ഈ പറയുന്ന എല്ലാ ബുക്സും പലതവണ വായിച്ചു, കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്തു, and I got through the prelims that year. Then comes the mains. ഈ പ്രിലിംസ് ഒബ്ജക്റ്റീവ് എക്സാമാണ്. 2 പേപ്പറുണ്ട്. മെയിൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് എക്സാമാണ്. അതായത് യു ഹാവ് 9 papers, 5 ദിവസമായിട്ടാണ്, 3 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. ആൻഡ് വി ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഞാൻ ഡൽഹിയിൽ തന്നെയാണ് എക്സാമൊക്കെ എഴുതിയത്. ആൻഡ് അതും മെയിൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ബിക്കോസ് ഈ പറയുന്ന പോലെ 10,000 12,000 പീപ്പിൾ എഴുതുന്നതിൽ 2,500 എഴുതുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾ എ സബ്ജക്റ്റീവ് മാർക്കിംഗ്. എനിവേ ആ മെയിൻസ് ക്ലിയറായി. പ്രിലിംസും മെയിൻസും നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. ഈ പ്രിലിംസിന് എല്ലാ സ്റ്റേറ്റിലും സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ പ്രിലിംസ് എഴുതണമെങ്കിൽ ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് ഉണ്ട്. മെയിൻസ് മോസ്റ്റ് സ്റ്റേറ്റ് ഒരു സെൻറ്റർ ആയിരിക്കും. കേരളത്തിൽ ട്രിവാൻഡ്രമാണ്. ഞാൻ ആ ഇയറിലെ എല്ലാ അറ്റംപ്റ്റും ഡൽഹിയിൽ നിന്ന് തന്നെയാണ് കൊടുത്തത്. ഫൈനൽ ഇൻ്റർവ്യൂ ഈസ് ഇൻ ഡൽഹി. എവറിബഡി ഹാസ് ടു കം ടു ഡൽഹി. ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്നതാണ് UPSC-യുടെ സെൻറ്റർ. അപ്പം UPSC സെൻറ്ററിൽ വന്നിട്ടാണ് നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുക. ആൻഡ് ഐ തിങ്ക് മൈ ഇൻ്റർവ്യൂ വാസ് ഓൺ February 21st. ഒരു February 21st or 22nd, ഒരു ഫ്രൈഡേ ആയിരുന്നു, ആഫ്റ്റർനൂൺ സെഷൻ.
ഐ വാസ് ദ ഫസ്റ്റ് വൺ ടു ഗോ ഫോർ മൈ ഇൻ്റർവ്യൂ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ അതിന് മുമ്പ് കുറച്ച് മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കും. പക്ഷേ UPSC ഇൻ്റർവ്യൂസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് തന്നെ പറയേണ്ടി വരും. സോ വേണ്ടി നമുക്ക് 5 പേരാണ് നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാവുക. ചെയർമാൻ എന്ന് പറയുന്നത് UPSC തന്നെ മെമ്പർ ആയിരിക്കും. Then 4 other people will be there in your board. Can be retired IAS officers, IPS officers, ambassadors, academicians, PSUs, ISRO പോലുള്ള അടുത്തുള്ള ഓഫീസേഴ്സ്, ഇവരൊക്കെ ബോർഡിൽ വന്നിരിക്കും. ഇതിൽ ആരാ വന്നിരിക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ആൻഡ് ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയും, DAF. അതിൽ നമ്മുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും ബയോഡേറ്റയും ഒക്കെ ഉണ്ടാവും. നമ്മുടെ പേര്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ മാർക്ക്, നമ്മുടെ പേരൻസ്, അവരുടെ ജോലി, പിന്നെ നമ്മൾ എവിടെയാണ് പഠിച്ചത്, ഇത് കൂടാതെ നമ്മുടെ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് നമ്മുടെ ഹോബീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ നമ്മുടെ പൊസിഷൻസ് ഓഫ് ലീഡർഷിപ്പ്, നമ്മൾ എന്തെങ്കിലും പൊസിഷൻസ് ഓഫ് ലീഡർഷിപ്പ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ, നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ഒരു ഫോം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്ന് ഇവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ ചോദിക്കണം നിർബന്ധമില്ല, ബട്ട് ദേ ഹാവ് ദ പേപ്പർ ഇൻ ഫ്രണ്ട് ഓഫ് ദം ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ദിസ് ടൈം ടു ബിൽഡ് ഓൾ ദിസ് തിങ്സ്. ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇതിനകത്തൊക്കെ പല കാര്യങ്ങളിലും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. UPSC പ്രിപ്പയർ ചെയ്യുന്നതിനെ കൂടാതെ ആസ് എൻ ഇൻഡിവിജ്വൽ ഓൾസോ വി ഹാവ് ടു ഗ്രോ. കാരണം ഫൈനലി ഉള്ള ഇൻ്റർവ്യൂവിനെ ആക്ച്വലി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, ഇൻ്റർവ്യൂ എന്നല്ല വിളിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം യു ക്യാൻ ആഡ്, ഇപ്പം ഒരു സാമ്പിൾ DAF എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. You can inculcate some good hobbies അല്ലെങ്കിൽ good extracurricular activities, do a lot of things, sports, അപ്പം NSS, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോളേജിൽ കിട്ടും. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ഓൾ ദാറ്റ്. എനിവേ, അപ്പം ഞാൻ ബോർഡിൻ്റെ മുമ്പിൽ ചെന്നു, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡിൻ്റെ ചെയർമാൻ PK ജോഷി എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ബോർഡായിരുന്നു. ഐ തിങ്ക് കറൻറ്റ്ലി ഈസ് എ UPSC ചെയർമാൻ ആണെന്ന് തോന്നുന്നു. അപ്പം എനിവേ സാറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം മിക്കവാറും മോക്ക് ഇൻ്റർവ്യൂസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഇത്രയും നാളായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ടീച്ചിങ് പ്രൊഫഷനിൽ എന്തിനാണ് ടീച്ചിങ്ങിൽ നിന്ന് UPSCയിലേക്ക് വരുന്നത്, ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് സാർ ഒരു സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻ തന്നു. ലൈക്ക് സപ്പോസ് യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ പോലീസ് ഓഫീസർ ഇൻ എ ഡിസ്ട്രിക്ട് വിത്ത് ലോ ക്രൈം റേറ്റ്, വാട്ട് വിൽ ബി യുവർ പ്രയോറിറ്റീസ് ദെയർ? എന്തൊക്കെ പ്രയോറിറ്റി അവിടെ ചെയ്യും? അപ്പോൾ ഞാൻ ഈ ജനമൈത്രി പോലീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. Then he went to theoretical questions like what is media trial, what is yellow journalism. 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. സാറിൻ്റെ ക്വസ്റ്റ്യൻസ് തീർന്നു. നെക്സ്റ്റ് പേഴ്സണോട് ചോദിച്ചോളാൻ പറഞ്ഞു. സോ നെക്സ്റ്റ് പേഴ്സൺ ടു കിട്ട്. അപ്പം മീഡിയ തീർന്നുകൊണ്ട് മീഡിയ തന്നെ തുടങ്ങി. എങ്ങനെയാണ് മീഡിയ റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ TV എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, നമുക്ക് സോഷ്യൽ മീഡിയ റെഗുലേഷൻ വേണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഹി വെൻറ്റ് ടു മൈ ആപ്ലിക്കേഷൻ DAF, ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വെച്ചിരുന്നത് സ്പിരിച്വാലിറ്റി ആയിരുന്നു. I used to read some books and all. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ വെച്ചപ്പം he asked what is spirituality, what do you get from spirituality. Then he gave me a quote of Vivekananda, work is worship. ഓക്കെ, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ദെൻ ദ തേർഡ് പേഴ്സൺ സ്റ്റാർട്ടഡ്. തേർഡ് പേഴ്സണോട് ചോദിച്ചോളാൻ പറഞ്ഞു. തേർഡ് പേഴ്സൺ കൂടുതലും അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. സോ യു ഹാവ് ടു പിക്ക് വൺ ഓപ്ഷണൽ ഫോർ യുവർ മെയിൻസ് എക്സാമിനേഷൻ. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇത് എടുക്കാം. പക്ഷേ ഐ വാസ് നോട്ട് മച്ച് കോൺഫിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് ചൂസ് ചെയ്തത്. അത് ഞാൻ പഠിച്ചെടുക്കുമായിരുന്നത്. അപ്പോൾ ഈ ആസ്ക് മീ, സോ യു ആർ ഫ്രം കോട്ടയം, റൈറ്റ്? ഈസ് കോട്ടയം കളക്ടർ ഡൂയിങ് എ ഗുഡ് ജോബ്? ഞാൻ പറഞ്ഞു, സാർ ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ഇവാലുവേറ്റ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് കോട്ടയം കളക്ടർ എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഓക്കെ, യു ടെൽ മീ അബൌട്ട് വൺ കളക്ടർ ഹൂസ് ഡൂയിങ്, വൺ IAS ഓഫീസർ ഹൂസ് ഡൂയിങ് എ ഗുഡ് ജോബ് ഇൻ കേരള. സോ ആ ടൈമിൽ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു IAS ഓഫീസറായിരുന്നു പ്രശാന്ത് നായർ സാറ്, ആദ്യം ഞാൻ പറഞ്ഞ പോലെ. സോ ഐ ടോൾഡ് ഹിസ് നെയിം, പുള്ളിയുടെ ഇനീഷ്യേറ്റീവ്സ് പറയാൻ പറഞ്ഞു. സോ ഓപ്പറേഷൻ സുലൈമാനി, കമ്പാഷനേറ്റ് കാലിക്കറ്റൊക്കെ പറഞ്ഞു. അപ്പം ദേ ആസ്ക് മീ, ആർ അവർ ഗവൺമെൻറ്റ്സ് കമ്പാഷനേറ്റ്? അവർ എന്തെങ്കിലും കമ്പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? കൂടുതലും പൊളിറ്റിക്കൽ മോട്ടീവ്സ് അല്ലേ അവരുടെ? അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. തേർഡ് പേഴ്സൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഫോർത്ത് ഒരു ലേഡി മെമ്പർ ആയിരുന്നു. ഷീ ആസ് മോസ്റ്റ്ലി പേഴ്സണൽ ക്വസ്റ്റ്യൻ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളെ പറ്റിയാണ് ചോദിച്ചത്. ലൈക്ക് ഐ വാസ് യൂണിയൻ മെമ്പർ ഇൻ കോളേജ്, അപ്പം എന്താണ് ഒരു ലീഡറിൻ്റെ ക്വാളിറ്റീസ്. ദെൻ ഐ ഹാഡ് മെൻഷൻ ദറ്റ് ഐ ഡു യോഗ. അപ്പോൾ യോഗയും സ്പിരിച്വാലിറ്റി തമ്മിലുള്ള ബന്ധം, റിലേഷൻ എന്താണ്, വാട്ട് ഈസ് യോഗ, അങ്ങനെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ഇത്രയും നേരം അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇൻ്റർവ്യൂ. ഫിഫ്ത്ത് പേഴ്സൺ ഓൾ ഓഫ് എ സഡൻ ഇതിൽ നിന്നൊന്നും ബന്ധമില്ലാത്തൊരു സംഭവം പറഞ്ഞു.
തുടങ്ങിയത്. ഹി സെഡ് ഓക്കെ വിൽ ഡിസ്കസ് ദ എക്കണോമിക് പോളിസീസ് ഓഫ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. അപ്പം ദിസ് വാസ് ലൈക്ക് ഓൾ ഓഫ് എ സഡൻ ഡിസ്കസ്. ഈ സെഡ് ലൈക്ക് സാധാരണ ഇൻ്റർവ്യൂവിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറില്ല, എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ ബേസ്ഡ് ആയിരിക്കും. സോ ഐ സ്റ്റാർട്ടഡ് ഇനീഷ്യലി ഒന്ന് സ്റ്റംബിൾ ആയെങ്കിലും I started from the 5-year plans. First 5-year plan I said agriculture, second 5-year plan was industry. He wanted specifics of these things we did in the 5-year plans. അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ആക്ച്വലി അഗ്രികൾച്ചർ നമ്മൾ ഡാംസ് ഒക്കെ പണിത് ഫസ്റ്റ് 5-year പ്ലാനിലാണ്, ബക്രാനങ്കൽ ഡാം. സെക്കൻഡ് 5-year പ്ലാനിൽ നമ്മൾ സെൻട്രലൈസ്ഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സെക്കൻഡ് 5-year പ്ലാനിലാണ്. എനിവേ ദ ഇൻ്റർവ്യൂ കണ്ടിന്യൂഡ്. ദെൻ ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തൊരു മേജർ ഇനീഷ്യേറ്റീവ് പറയാൻ പറഞ്ഞു, ബാങ്ക് നാഷണലൈസേഷൻ, അത് പറഞ്ഞു. ദെൻ രാജീവ് ഗാന്ധിയുടെ ഇനീഷ്യേറ്റീവ്സ് കുറച്ച് പറഞ്ഞു. ദെൻ വാജ്പേയി, അങ്ങനെ കുറച്ച് 15 ഇപ്പോഴത്തെ റീസെൻറ്റ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ സ്റ്റോപ്പ് ആൻഡ് സെഡ് ഓക്കെ ടെൽ മീ 2 areas where our government is not performing good in the last 70-65 years എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ വന്ന് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, അതിലാണ് നമ്മൾ ഇനിയും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പറഞ്ഞു. സോ ഈ സെഡ് 1991 ദാറ്റ് ഈസ് വെൻ അവർ എക്കോണമി ഓപ്പൺഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ചെയ്തിട്ടുണ്ട്. അപ്പം he was not very okay with my answer. He said no, after 1991 is there any other area where we are performing bad? At that point I could not come up with anything else, so I said health and education itself, and I told that to him, and he said okay, the interview is over. I think he wanted retrospectively interview കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചിന്തിച്ചപ്പം എനിക്ക് ഇൻഡസ്ട്രി അഗ്രികൾച്ചർ എന്നൊക്കെ പറയാമെന്ന് തോന്നി. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ അത് തോന്നിയില്ല. എനിവേ മൈ ഇൻ്റർവ്യൂ വാസ് ഓവർ. അപ്പം പുറത്ത് വരുമ്പം ഐ ഫെൽറ്റ് ഓക്കെ ഐ ഹാവ് ഗിവൺ എ ഡീസൻറ്റ് പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ മാർക്ക് ഞാൻ വിചാരിച്ച അത്രയും കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ that was a big experience. To be honest, it was a very huge ഭയങ്കര കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ് ആ ഒരു UPSC ഇൻ്റർവ്യൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നമ്മുടെ മാർക്കൊന്നും നമുക്കറിയത്തില്ല. റിസൾട്ട് വന്ന് 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും പ്രിലിംസിൻ്റെ ഒക്കെ മാർക്ക് അറിയത്തുള്ളൂ. അപ്പം ഫൈനൽ റിസൾട്ട് വരുന്നവർക്ക് യു ആർ ക്ലൂലെസ് അബൌട്ട് ഓൾ യുവർ മാർക്സ്. സോ എവരിബഡി ഹു അറ്റൻഡഡ് ഇൻ ദ ഇൻ്റർവ്യൂ വിൽ എക്സ്പെക്ട് ടു ബി ഇൻ ദ ലിസ്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി ആ വർഷം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അറ്റംപ്റ്റും കൂടിയാണ് പിന്നെ ഉള്ളത്. അപ്പം ദാറ്റ് ഇയർ ഐ വെൻറ്റ് ടു ട്രിവാൻഡ്രം. അവിടെ ഞാൻ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്തു. ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഐ ഗേവ് അഗെയിൻ ആ ഒരു റിസൾട്ട് വന്നിട്ട് പ്രിലിംസ് ഈസ് ഇൻ ലൈക്ക് ഐ തിങ്ക് 1 month പ്രിലിംസ് ഉണ്ട്, പിന്നെ ഒരു 3 months അടുത്ത മെയിൻസ് വരും. ഇങ്ങനെ പാക്ഡാണ്. ട്രിവാൻഡ്രം പോയി 3 മാസം ഐ ഗേവ് മൈ എഫേർട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ മെയിൻസ് എക്സാമിനകത്ത് ഒരു പേപ്പർ essay പേപ്പറാണ്. ആ വർഷത്തെ essay പേപ്പറിനകത്തുള്ള ഒരു ഫിലോസഫിക്കൽ essay ഞാൻ എഴുതാൻ തുടങ്ങി. പകുതി എത്തിയപ്പോഴത്തേക്കും ഐ എം നോട്ട് ഗെറ്റിംഗ് മച്ച് പോയിന്റ്സ്. അതിന് മുമ്പത്തെ വർഷം എനിക്ക് essayക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ദ നെക്സ്റ്റ് ഇയർ ഇൻ ദാറ്റ് എക്സാം ഇൻ ദാറ്റ് essay ഐ കുഡ് നോട്ട് റൈറ്റ് 1 essay പ്രോപ്പർലി. അതുകൊണ്ട് തന്നെ എൻ്റെ essayയുടെ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. And I could not clear the mains that year. So that was the end of my UPSC journey. 3 years I gave the exams. ഒരു വർഷം ഇൻ്റർവ്യൂ പോയി, 2 പ്രാവശ്യം മെയിൻസ് എഴുതി. ഇതാണെന്ന് എൻ്റെ ഒരു UPSC എക്സ്പീരിയൻസ്. അപ്പം കിട്ടാത്തപ്പം എസ്പെഷ്യലി ഇൻ്റർവ്യൂ കിട്ടാത്ത മെയിൻസ് എനിക്ക് അത്രയും തോന്നിയില്ല. കാരണം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആസ് ദ ഹൈറ്റ് ഓഫ് എ ഫോൾ ഇൻക്രീസസ് ഐ തിങ്ക് ദ പെയിൻ ഓഫ് ദ ഫോൾ ഓൾസോ ഇൻക്രീസസ് എന്നാണല്ലോ. അപ്പം ഇൻ്റർവ്യൂ ഫെയിൽ ആയപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. യു റീച്ച്ഡ് ആൻഡ് ഐ മിസ്ഡ് ഇറ്റ് ബൈ വെരി മാർജിനൽ മാർക്സ്. അപ്പോൾ അത്ര അടുത്തെത്തി കിട്ടിയില്ലല്ലോ എന്നൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് അറ്റംപ്റ്റ് ഐ ഗേവ് കിട്ടി, മെയിൻസ് ക്ലിയർ ചെയ്തില്ല. സോ ഐ ആം എ പേഴ്സൺ ഹു ബിലീവ്സ് ഹ്യൂജ്ലി ഇൻ ഡെസ്റ്റിനി. ഈ പറയുന്ന പോലെ ഐ നെവർ തോട്ട് ദാറ്റ് ബിടെക് പഠിപ്പിച്ച് ഓക്കെ 3rd year 4th year ആയപ്പോഴത്തേക്കും ടീച്ചിങ്ങിന് കയറാമെന്ന് വിചാരിച്ചെങ്കിലും ടീച്ചിങ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യുമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത ഒരാളല്ല. അറ്റ് സം പോയിന്റ് ആസ് എ കിഡ് ഐ വാണ്ടഡ് ടു ബി എ പൈലറ്റ്. അപ്പം അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ പൈലറ്റ് ആവുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരില്ല. അപ്പോൾ അവിടെ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. അപ്പം ഐ ബിക്കേം എ ടീച്ചർ ബൈ ഡെസ്റ്റിനി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ദെൻ ഐ ഡിസൈഡഡ് ടു റൈറ്റ് UPSC ബിക്കോസ് ഞാൻ എഴുതുന്നതിന് ഒരു 6 months മുമ്പ് എൻ്റെ മനസ്സിൽ UPSC എന്നൊരു തോട്ടയിൽ എനിക്ക് UPSCയുടെ ABCD അറിയത്തില്ല, എന്താണ് UPSC എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ നിന്നാണ് ഞാൻ UPSC പഠിച്ചു, എഫേർട്ട് എടുത്തു, ഇൻ്റർവ്യൂ വരെ എത്തി. സോ ഐ തോട്ട് ഓക്കെ ദെൻ വാട്ട് ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ എന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു തോട്ട്. പക്ഷേ അഗെയിൻ ഐ ഡിഡ്ന്റ് വാണ്ട് ടു കം ബാക്ക് ടു എഞ്ചിനീയറിംഗ് ബിക്കോസ് ഒരു 3-4 വർഷത്തെ ഗ്യാപ്പായി. ഞാൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സോ ഐ തോട്ട് ഐ വിൽ കണ്ടിന്യൂ സംതിങ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പബ്ലിക് പോളിസി എൻ്റെ ഓപ്ഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് അതിൽ ഹയർ സ്റ്റഡീസിന് പോയാലോ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള കുറച്ച് ജോബ്സിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ UPSC ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തുള്ള ശങ്കർ ഹൈസ് അക്കാഡമിയിലെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുവാണ് ഇപ്പം.
And to be very honest, I do not have any regrets about not clearing the exam at this point. Clear ചെയ്യാവുന്ന ആ ഒരു സമയത്ത് ഈ പറയുന്ന ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും റൈറ്റ് നൗ ഐ എം ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഇസ് ഗിവിങ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഈ പറയുന്ന പോലെ ഫാക്കൽറ്റി ആയത് കൂടാതെ I work as a TV anchor. I do my own vlog. Then കുറച്ച് മൂവി ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. I am doing a lot of things which you might in future also you might hear about all these things also. അപ്പം അതുകൊണ്ട് തന്നെ I am doing a lot of things which gives me a lot of happiness. Maybe സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ നമ്മൾ വിചാരിച്ച വേറെ റാങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഇപ്പം ഇതൊന്നും അല്ലാതെ പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ one point I want to tell you, in my story is that follow your dreams. This is something I want to tell you. Always aim high. എന്തെങ്കിലുമൊക്കെ ഗോൾസ് മുമ്പിൽ വയ്ക്കുക. ഗോൾസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡ്രൈവ് കിട്ടത്തുള്ളൂ, എവിടെയെങ്കിലുമൊക്കെ എത്തണം. തിങ്സ് വിൽ ഹാപ്പൻ. നമ്മൾ ഗോൾ വെച്ചാൽ എല്ലാ ഗോളും അച്ചീവ് ചെയ്യണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. വാട്ട് ഹാസ് ടു ഹാപ്പൻ വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. എന്താണോ ഡെസ്റ്റിനി, എന്താണോ ഡെസിഷൻ, അത് നടക്കും. പക്ഷേ have set some goals and be truthful to your conscience. നമുക്ക് അൾട്ടിമേറ്റ്ലി അറിയാം, നമ്മൾ പഠിച്ചില്ലെങ്കിൽ മേ ബി ഇപ്പം എഞ്ചിനീയറിങ്ങിനൊന്നും നമുക്ക് വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ വി നോ വാട്ട് വി ആർ ഡൂയിങ് അൾട്ടിമേറ്റ്ലി, റൈറ്റ്? നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെ പറഞ്ഞാലും വി നോ അവർ കോൺഷ്യൻസ്. വി ഷുഡ് ബി ട്രൂത്ത്ഫുൾ ടു അവർ കോൺഷ്യൻസ് ആൻഡ് ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. കുറച്ച് സ്മാർട്ട് വർക്കും വേണം, എസ്പെഷ്യലി UPSCയിൽ സ്മാർട്ട് വർക്ക് വേണം. എന്നാലും യു ഷുഡ് ഹാവ് ദറ്റ് വിഗർ ടു പുട്ട് യുവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു വാട്ട് യു വാണ്ട് ടു ഡു. എന്നാലേ എനിക്ക് തോന്നുന്നത് ആ പറയുന്ന ഡെസ്റ്റിനി 50% ഹെൽപ്പ് പുറത്തുനിന്നാണെങ്കിലും 50% ഈസ് അവർ വർക്ക്. ആൻഡ് നെവർ എവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. നമ്മൾ വിചാരിച്ച അതേപടി അല്ലെങ്കിലും സംതിങ് വിൽ ഫോൾ ഇൻ പ്ലേസ് എന്നുള്ളത് ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്നു. സംതിങ് ഗുഡ് വിൽ ഡെഫിനറ്റ്ലി കം അറ്റ് സം പോയിന്റ് ഓഫ് ലൈഫ് ടൈം എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ സ്റ്റോറിയിൽ അൾട്ടിമേറ്റ്ലി പറയാനുള്ളത്. ഇതാണ് എൻ്റെ സ്റ്റോറി ഫ്രം ബീങ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. സ്റ്റാർട്ടഡ് ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇപ്പം ഒരു UPSC ആസ്പിരൻ്റ് ആയിരുന്നു, ഇപ്പം അല്ല. ഇപ്പം ഞാൻ ഫുൾ ടൈം ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അറ്റംപ്റ്റ്സ് കഴിഞ്ഞു. കൂടാതെ ഐ എം ഡൂയിങ് എ ലോട്ട് ഓഫ് അതർ തിങ്സ് വിച്ച് ഐ വാസ് പാഷനേറ്റ് അബൌട്ട് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അപ്പം വിത്ത് ദിസ് ഐ എം വൈൻഡിങ് അപ്പ് മൈ സ്റ്റോറി ആൻഡ് താങ്ക് യു ഫോർ പേഷ്യൻ്റ്ലി ലിസണിങ് ടു മൈ സ്റ്റോറി. ഐ ഹോപ്പ് those I can help out those who want to be in the civil service, who want to be in civil service. See, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ the best teachers are failed UPSC aspirants ആണ്. കാരണം we have learned from our mistakes. ഞാൻ പറഞ്ഞില്ല, ഇപ്പം കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ അറ്റംപ്റ്റിൽ എന്താ പറ്റിയത്, എവിടെയാണ് പ്രശ്നങ്ങൾ പറ്റിയെന്നൊക്കെ നമുക്ക് പറയാം. കഥ അങ്ങനെ ഒത്തിരി കഥ പറയാം. പക്ഷേ സ്റ്റിൽ I would be happy to help out anybody who wants to be in the service. And it is a great initiative by mechanical department of St. Joseph's College to bring people who shares their story and maybe tagline പറഞ്ഞ പോലെ somebody somewhere might be inspired from all of this. അപ്പം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Thank you so much for this opportunity once again, and thank you for patiently listening to me. Thank you and have a good evening.